ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെററ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പീരിയഡിൽ എന്ന് പറയുന്നത് എനർജി സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. കൈൻഡ് ഓഫ് എ മൂൺ ഫേസ് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഡീപ്പ് കൈൻഡ് ഓഫ് എനർജി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ്, നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന വ്യക്തിയുടെ തോട്ട് എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, വാട്ട്സ് ദെയർ നെക്സ്റ്റ് പ്ലാൻ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിംഗ്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടാരറ്റ് റീഡിംഗ് അതുപോലെ ക്രിസ്റ്റൽ ഹീലിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ നമ്മുടെ റിച്വലിന് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെ റിച്വലും നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലേക്ക് പോകാം. പ്ലീസ് ഗൈഡേഴ്സ്. വാവ്, നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് കൈൻഡ് ഓഫ് മൂൺ എനർജിയാണ്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ മൂൺ കൈൻഡ് ഓഫ് എനർജിയുമായിട്ട് ഭയങ്കര ടൈഡപ്പ് ആണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് മൂൺ എനർജി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ മേ ബി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, മേ ബി കൈൻഡ് ഓഫ് ഫുൾ മൂൺ എനർജിയിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്നുണ്ടായിരിക്കാം. ന്യൂ മൂൺ എനർജിയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഡൗൺ ആവുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ പറയില്ലേ, മൂണിന്റെ എനർജി അനുസരിച്ച് എന്റെ എനർജി മാറുന്നുണ്ടെന്ന്. അതുപോലെ എനിക്ക് തോന്നുന്നത് എന്നെ സമീപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുള്ള നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സണൽ എനർജി മൂണുമായിട്ട് വളരെയധികം റെസൊനേറ്റഡ് ആണ്. കാരണം ഷഫിൾ ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ മൂൺ എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ എനർജി ബ്ലെൻഡ് നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഇഫക്റ്റ് നിങ്ങളുടെ ഈ ഒരു എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് ജൂലൈ 15 കഴിയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ആസ്പെക്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു പുരോഗമനം നിങ്ങളുടെ ലവ് ലൈഫിൽ ഉണ്ടാകുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണാൻ പോലും സാധിക്കുകയുള്ളൂ. ഓക്കെ, പ്ലീസ് ഗൈഡേഴ്സ്. യെസ്, ദ ഹെർമിറ്റ്. എനിക്ക് മനസ്സിലാവുന്നത് ഫോർ സം സ്പിരിച്വൽ അവേക്കനിങ് ഒന്ന് ഉണ്ടാവുന്നുണ്ട്. ഫോർ സം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ട്രാക്കിലേക്ക് വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെയിൻലി ലിബ്രിക് എനർജി, ലിബ്രിയൻസിന്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്കോർപ്പിയൻസ്, ലിബ്ര, അതുപോലെ തന്നെ വെർഗോ, സോഡിയാക് സൈൻ, അതുപോലെ തന്നെ ലിയോ കൈൻഡ് ഓഫ് എനർജിക്കൊക്കെ പോസിറ്റീവ് ആസ്പെക്ട് വരുന്നതായിട്ട്. ആൻഡ് ഓൾസോ വാട്ടർ എനർജി, നമുക്ക് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അത് മൂന്നും പറയാം. ലിയോ പറയാം, സജറ്റേറിയസ് പറയാം, കൈൻഡ് ഓഫ് എന്താ പറയാ, ജെമിനൈ, ലിബ്ര കൈൻഡ് ഓഫ് എനർജി നമുക്ക് പറയാം. ഇവർക്കൊക്കെ കൈൻഡ് ഓഫ് ജൂലൈ 15 വൈബ്രേഷൻ കഴിയുമ്പോൾ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിലും മേ ബി പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ഓവറോൾ ഔട്ട്ലുക്ക് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത്, അതാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ലവ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, this is the love card and this is the 9 of cups card. ഭയങ്കര ഇമോഷണലി ഹെവി കൈൻഡ് ഓഫ് എനർജി ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ളത്. ഒരു ഭയങ്കരമായിട്ടുള്ള കൈൻഡ് ഓഫ് മാഗ്നറ്റിക് പുൾ ഈ പേഴ്സണ് ടുവേർഡ്സ് യു ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അത് അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, വാട്ട് എവർ ഇറ്റ് ഇസ്, ആ കാര്യങ്ങളെ പിന്നെയും ഈ ഒരു പേഴ്സൺ ഈ ഒരു പെർട്ടിക്കുലർ സമയത്തിൽ റീവൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫിസിക്കലി നിങ്ങൾക്ക് അറിയാം, ഒബ്വിയസ്ലി നമുക്ക് ലവ് കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ മേ ബി ഫിസിക്കൽ അഫെക്ഷൻസിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഫിസിക്കൽ എനർജി നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും മേ ബി ആ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് മനസ്സിൽ സ്വന്തമായി റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും ആൻഡ് ആ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സെൻസിറ്റീവ് വൈബ്രേഷൻസ് ഉള്ള ദിവസങ്ങളിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളിൽ അട്രാക്ട് ആവുന്നുണ്ട്. അത് പ്രണയമാണോ, ഇല്യൂഷൻ ആണോ, അതോ സ്നേഹമാണോ, ഒരു ട്വിൻ ഫ്ലെയിം കൈൻഡ് ഓഫ് എനർജി ആണോ എന്ന് ആ പേഴ്സൺ മനസ്സിലായിട്ടില്ല. പക്ഷെ ചില രാത്രികളിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അഫെക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന കൈൻഡ് ഓഫ് എനർജിക്ക് ദാഹിക്കാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഉള്ളത് കൊണ്ട് മേ ബി ഈ ഒരു പേഴ്സൺ അവർക്കുണ്ടായ ആ കൈൻഡ് ഓഫ് ഇന്റൻസ് ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തേക്കാം. മേ ബി സം കൈൻഡ് ഓഫ് ആങ്കർ, ഇല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഒത്തിരി സ്നേഹം, അല്ലെങ്കിൽ അരഗൻസ് കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ മേ ബി നിങ്ങളുടെ അടുത്ത് കാണിച്ചേക്കാം. കാരണം ഫോർ സം എന്താണ് അവരുടെ ഇമോഷൻ എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഫോർ സം ദേ ആർ ഡിവൈൻലി ഇൻ ലവ് വിത്ത് യു. ഓക്കെ, ഭയങ്കരമായ അതികഠിനമായിട്ടുള്ള പ്രണയം കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നു. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് എന്ത് കൈൻഡ് ഓഫ് ഇമോഷൻ ആണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവര് പലപ്പോഴും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നു, നമുക്ക് കുറെ ബൗണ്ടറീസ് ഒക്കെ ഇട്ട് തരുന്നുണ്ട്. പക്ഷെ അത് അവരുടെ കൈൻഡ് ഓഫ് സ്നേഹത്തിന്റെ എനർജിയാണ്. ചില നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ന്യൂമൂൺ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും, അല്ലെങ്കിൽ മേ ബി അവരുടെ സോഡിയാക് സൈൻസ് റേസസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ അവരുടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഓവർ എനർജി എവിടെയെങ്കിലും കളയണം. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങളുടെ കാര്യമില്ലാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം, ചാടിയേക്കാം, ഇമോഷണലി അവർ ഒത്തിരി കരഞ്ഞേക്കാം, ചെറിയൊരു കാര്യത്തെ ഭയങ്കരമായിട്ട് വലിപ്പിച്ച് കാണിച്ചിട്ട് നിങ്ങൾ അവരെ സമാധാനപ്പെടുത്തണം എന്നുള്ള ട്രാക്കിലേക്ക് അവർ വീണേക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇമോഷണൽ ഇംബാലൻസുകൾ കാണുന്നുണ്ട്. അതായത് മേ ബി ഒരു ചെറിയ കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കാം, അതങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ മതിയായിരിക്കും, അത്ര ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ആ കാര്യങ്ങളെ എടുത്തു പിടിച്ചു പിന്നെ സംസാരിച്ച് വാശിയായി വഴക്കായി ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധി നിങ്ങൾക്കായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിങ്ങൾക്കാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് നിങ്ങളുടെ എനർജി ഭയങ്കര ഹൈലി വൈബ്രേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതേ സെയിം സിനേറിയോ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ മെയിൻലി മൂൺ എനർജിയെ കുറിച്ച് പറയുമ്പോൾ ഫീമെയിൽസിനായിരിക്കാം ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇപ്പോ മെയിൽ എന്ന് പറയുന്നത് കുറച്ച് ആങ്കർ എനർജി കാണിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ കൈൻഡ് ഓഫ് റെസ്ട്രിക്റ്റീവ് എനർജി, അല്ലെങ്കിൽ ഒരു ദേഷ്യ പ്രകടനങ്ങള് നിങ്ങളുടെ പേഴ്സൺ അനാവശ്യമായിട്ട് ചില രാത്രികളിൽ ഭയങ്കരമായി വയലന്റ് ആവുന്നു, ചില രാത്രികളിൽ തീരെ വയലന്റ് ആകുന്നില്ല. കൈൻഡ് ഓഫ് രീതിയിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഗ്രാഫ് പോയിട്ടുണ്ടെങ്കിൽ ഗൈസ് മനസ്സിലാക്കുക മൂൺ എനർജി അവരെ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്കും അതാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും മൂൺ എനർജിയുമായിട്ട് കൈൻഡ് ഓഫ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൂൺ എനർജി നിങ്ങൾ ബാലൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് സൺ സല്യൂട്ടേഷൻ, സൂര്യ നമസ്കാരം എല്ലാവരും കേട്ടിട്ടുണ്ട്. മൂൺ സല്യൂട്ടേഷൻ ചെയ്താൽ നിങ്ങളുടെ ഇമോഷണൽ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കും, ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കും. മറ്റൊരാളിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്ക് വരില്ല മൂൺ എനർജി ബാലൻസ് ചെയ്താൽ. പിന്നെ ഇപ്പോൾ ഒബ്വിയസ്ലി ഇന്ന് ഫുൾ മൂൺ ഡേ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ണാടി ബോട്ടിലോ ജഗ്ഗോ ഒക്കെ പുറത്ത് വെച്ച് ചന്ദ്രന്റെ എനർജിയിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുത്താൽ ഇറ്റ് വിൽ ബിക്കം മൂൺ വാട്ടർ. അത് മൂൺ വാട്ടറായി മാറും. ആ മൂൺ വാട്ടർ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൂൺ വാട്ടർ കുടിക്കാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് മൂൺ വാട്ടർ നമുക്ക് തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂൺ സ്റ്റോണിന്റെ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അതുപോലെ പല ആൾക്കാരും പറയും ഇമോഷണൽ സ്റ്റെബിലിറ്റി എനിക്ക് ഉണ്ടാവുന്നത് എന്റെ പ്രശ്നം കൊണ്ടല്ല, എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിപ്പോ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നായിരിക്കും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇറ്റ്സെൽഫ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നിലനിർത്തിയിട്ട് ബാക്കി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് മനസ്സിലാക്കി അവർ നിങ്ങളിൽ ഡിറ്റാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മൂൺ സ്റ്റോൺ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മൂൺ സല്യൂട്ടേഷൻ ചെയ്യാം നിങ്ങളുടെ ഇമോഷൻ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഫുൾ മൂൺ ഡേ ആണ്, അപ്പൊ നിങ്ങൾക്ക് ഫുൾ മൂൺ ഡേയുടെ അന്ന് ജഗ് പുറത്ത് വെച്ച് മൂൺ വാട്ടർ ഉണ്ടാക്കിയിട്ട് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരുമ്പോൾ കുടിക്കാം. അതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾവേസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി തരാൻ നിങ്ങൾക്ക് മൂൺ സ്റ്റോൺ ക്രിസ്റ്റലിന് പർച്ചേസ് ചെയ്ത് അത് നിങ്ങൾക്ക് ഇടാം, നിങ്ങളുടെ പേരിൽ ചാർജ് ചെയ്ത് എനർജൈസ് ചെയ്ത്. ഓക്കെ, ആൻഡ് ഈ പേഴ്സന്റെ മനസ്സിൽ കൈൻഡ് ഓഫ് ചാരിയറ്റ് എനർജി, അതായത് ഫ്ലോയിങ്, മുന്നോട്ടേക്ക് പോകണം എന്നുള്ള എനർജിയാണ് കാണുന്നത്.
ഇപ്പോൾ ഭാവി മേ ബി മുൻപ് നിങ്ങളുടെ എനർജീസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതോ വഴക്കുണ്ടാക്കിയതോ കോൺഫ്ലിക്ട് കൈൻഡ് ഓഫ് എനർജിയിലായിരുന്നെങ്കിൽ ആ കോൺഫ്ലിക്ട് കൈൻഡ് ഓഫ് എനർജിയെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ കൈൻഡ് ഓഫ് എനർജിയിൽ ഒരു ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പിലേക്ക് വീഴ്ത്തണം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് ചെല്ലണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും അവർ ഇതിനകത്ത് ഒരു ഫൊർഗീവ്നെസ് തേടുന്നുണ്ട്, അല്ലെങ്കിൽ മേ ബി ആ ന്യൂ ബിഗിനിങ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഗിവ് ഇറ്റ് എ ചാൻസ്, ഇനി ഒരു സെക്കൻഡ് ചാൻസ് കൊണ്ട് നമുക്ക് കൊടുത്തേക്കാം എന്ന കൈൻഡ് ഓഫ് രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വീഴുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഗൈസ്, ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. കാരണം മെയിൻലി പറയാൻ കാരണം നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളുടെ എനർജി മൂൺ എനർജിയുമായി കണക്റ്റഡ് ആണ്. നിങ്ങൾ ഒരാഴ്ച മൂൺ സല്യൂട്ടേഷൻ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത്, പാസ്റ്റിൽ ചിലപ്പോൾ ഈ പേഴ്സൺ മറ്റാരോടെങ്കിലും ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പേഴ്സണോട് ചെയ്ത കാര്യങ്ങളെയും ഈ പേഴ്സൺ ഫൊർഗെറ്റ് ചെയ്യാൻ, ക്ഷമിക്കാൻ, ഫൊർഗീവ് ചെയ്യാൻ, അതുപോലെ തന്നെ മറക്കാൻ കൈൻഡ് ഓഫ് എനർജിയിലേക്ക് ഈ പേഴ്സൺ വീഴുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളും ഫൊർഗെറ്റ് ചെയ്യാനും ഫൊർഗീവ് ചെയ്യാനും ക്ഷമിക്കാനും മറക്കാനും ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം ഈ പേഴ്സൺ കൈൻഡ് ഓഫ് എ ന്യൂ സൈക്കിളിൽ ബിഗിൻ ചെയ്യും. ഞാൻ പറഞ്ഞു ജൂലൈ 15, ആ ഒരു 15 എനർജി, ആ ഒരു എനർജിയിൽ ഈ കൈൻഡ് ഓഫ് എനർജീസ്, അതായത് നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ കൈൻഡ് ഓഫ് നമ്മുടെ രേഖാചിത്രം പതിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തോ ഒരു രേഖാചിത്രം ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നമുക്ക് വേണ്ടി പതിഞ്ഞിട്ടുണ്ട്. ആ രേഖാചിത്രം അനുസരിച്ചാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രേഖാചിത്രത്തിന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ ഈ ഒരു പേഴ്സണ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകും എന്നൊരു പോയിന്റ് എനിക്കിവിടെ കിട്ടി. അത് എത്ര ആൾക്കാർക്ക് റെസൊണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പോയിന്റ് വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ ഒരു, അതായത് ഇപ്പൊ മേ ബി ഫസ്റ്റ് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരാളുടെ അടുത്ത് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവും, ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെയാണ്, ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ പേഴ്സൺ എന്നൊരു ഇംപ്രഷൻ നമ്മൾ തന്നെ വരച്ചു വെക്കില്ലേ. ആ വരച്ചു വെക്കുന്ന അതേ ഇംപ്രഷനിലാണ് ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് കുറച്ചെങ്കിലും വ്യതിചലിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിസ്റ്റർബ്ഡും ഇമോഷണലി ഇംബാലൻസ്ഡും ആകും. എക്സ്പെഷ്യലി ഈ പേഴ്സൺ നിങ്ങളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, മേ ബി നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത്, നിങ്ങളുടെ പ്രകൃതം എങ്ങനെയാണോ, നിങ്ങളുടെ കണ്ണ് എങ്ങനെയാണോ, മുടി എങ്ങനെയാണോ, മൂക്ക് എങ്ങനെയാണോ, ചുണ്ട് എങ്ങനെയാണോ, ഇതൊക്കെ ഈ പേഴ്സൺ ഒത്തിരി ലൈക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തുമ്പോഴത്തേക്ക് മേ ബി ഈ ഒരു പേഴ്സൺ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ പോലും സ്ലൈറ്റ്ലി ചേഞ്ചസ് വന്നാൽ ഈ ഒരു പേഴ്സൺ അത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഒരു പേഴ്സൺ ലുക്സിലൊക്കെ ഭയങ്കര ഒരു കൈൻഡ് ഓഫ്, ഒന്നുകിൽ ഫാഷൻ സെൻസ് ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഫാഷൻ സെൻസ് വളരെ കുറവായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൈൻഡ് ഓഫ് ആ ഡ്രസ്സിങ് കൈൻഡ് ഓഫ് എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ മേ ബി നിങ്ങൾ പുറത്തേക്ക് പോകുന്ന കൈൻഡ് ഓഫ് ഫീച്ചർ ഇല്ലേ, അതിന് വ്യത്യാസം വരുമ്പോൾ ഈ ഒരു പേഴ്സൺ ഡിസ്റ്റർബ്ഡ് ആകുന്നു എന്ന് എനിക്ക് കാണുന്നുണ്ട്. മേ ബി മറ്റാൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പുറത്തേക്ക് ഇത്രയും മനോഹരമായിട്ട് ഡ്രസ് ചെയ്ത് ഇറങ്ങി പോകുന്നത് എന്ന കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ് ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ അടുത്ത് വെട്ടിത്തുറന്ന് പറയുന്നില്ലെങ്കിലും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ കാണിക്കുന്ന പല പല കാര്യങ്ങളും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ പേഴ്സന്റേത് മാത്രമാണ് നിങ്ങൾ എന്ന ഒരു എനർജി പേഴ്സൺ ഉണ്ട്. എക്സ്പെഷ്യലി മൂൺ എനർജി ആയതുകൊണ്ട് തന്നെ ഒളിപ്പിച്ചു വെക്കുന്ന പരിപാടിയും സീക്രട്ട് എനർജിയും സംശയരോഗങ്ങളും ട്രസ്റ്റ് ഇഷ്യൂസും സോഷ്യൽ മീഡിയയിൽ കയറി സ്പൈ ചെയ്യുന്ന എനർജിയും ഒക്കെ ഈ പേഴ്സൺ ഉള്ളതാണ്. അതായത് നിങ്ങൾ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും നല്ല ആളാണിതെന്ന്, പക്ഷെ ഉഡായിപ്പിന്റെ എല്ലാ കടമ്പകളും കടന്നതിന് ശേഷം മാന്യനോ ആയിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം കാണിക്കുന്ന പല കള്ളത്തരങ്ങളും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ കള്ളത്തരം കാണിക്കുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും മേ ബി നിങ്ങളുടെ പേഴ്സൺ അത് അറിയുന്നുണ്ട്, പക്ഷെ അവര് അത് പുറത്തേക്ക് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ടല്ലേ എന്ന ചോദ്യം നിങ്ങളുടെ പേഴ്സണിന്റെ അടുത്ത് ഉയരുന്നില്ല എന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അല്ല, പക്ഷെ ഫോർ സം എങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് മേ ബി അത്രത്തോളം കുരുത്തക്കേടൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല എന്നറിയാവുന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ സൈലന്റ് എനർജിയിൽ
നിൽക്കുന്നത്. മേ ബി ഒരു പുറമേ ഉള്ള ഒരാളുടെ സഹായത്തോടെ ആയിരിക്കാം മേ ബി ആള്, അല്ലെങ്കിൽ മേ ബി പുറമേ ഉള്ള ഒരാളുടെ സഹായത്തോടു കൂടി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഈ പേഴ്സൺ നിങ്ങളെ കീപ്പ് ഓൺ വാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ദൂരെയാണ്, ഇത്രയും ഡിസ്റ്റന്റ് ആണ്, നിങ്ങൾ വേറെ വേറെ കൺട്രീസ് ആണ്, വേറെ വേറെ റിലീജിയൻ ആണ്, വേറെ വേറെ വയസ്സാണ്, വേറെ വേറെ ഫ്രണ്ട്സ് ആണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ബട്ട് അത് ട്രൂ അല്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ക്രോസ് വാച്ച് ചെയ്യുന്നുണ്ട്. എപ്പോഴും 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 ഈ ഒരു പേഴ്സന്റെ കണ്ണ്, ഒരു ക്യാമറ കണ്ണുകൾ എന്ന് പറയുന്നത് പോലത്തെ ഒരു കണ്ണ് നിങ്ങളുടെ ബാക്കിലുണ്ട്. അതുപോലെ നിങ്ങൾ വളരെയധികം ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള എനർജിയിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന്റെ എനർജി എന്തെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നിങ്ങളും അങ്ങനെയുള്ള ആളാണ്. ഈ ഒരു പേഴ്സൺ ഓക്കെ ആണോ, ഈ ഒരു പേഴ്സൺ നമ്മുടെ ട്രസ്റ്റ് വർത്തി ആണോ, ഈ പേഴ്സണെ കണ്ണടച്ച് വിശ്വസിക്കാമോ എന്ന് നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ ടാരറ്റ് റീഡറിന്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്തിട്ടോ ആയിരിക്കാം ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുക്കുന്നു എന്ന് മനസ്സിലായിട്ട് മേ ബി ഈ ഒരു പേഴ്സണും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സമീപിക്കുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആസ്പെക്റ്റിലും ഈ പേഴ്സൺ കൈകൾ ചെലുത്തി. ബട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ട്രസ്റ്റ് വർത്ത് എനർജിയിലാണ് നിൽക്കുന്നത് എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കണക്ഷനിൽ ഫൂൾ ആകുന്നുണ്ടായിരിക്കാം. ഓ, അവനൊരു പാവമാണ്, അല്ലെങ്കിൽ അവളൊരു പാവമാണ്, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു എനർജിയിലായിരിക്കും ഒരു പരിധിവരെ നിങ്ങൾ വിശ്വസിക്കുന്നത്. ബട്ട് നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയല്ല. നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ബട്ട് നമ്മൾ പറയില്ലേ, ഒരു കുടക്കീഴിൽ നിൽക്കുമ്പോഴേക്കാണ് തനി സ്വഭാവം മനസ്സിലാവാന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ഏറെ ഉണ്ട് നിങ്ങളുടെ പാർട്ട്ണറിനെ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു പാർട്ട്ണറിന്റെ അടുത്ത സോൺ മനസ്സിലാവുള്ളൂ. കാരണം മൂൺ എനർജിയിൽ നിൽക്കുമ്പോൾ മൂണിന് അപ്പുറവും ഇപ്പുറവും ഉണ്ട് എന്നാണ് പലപ്പോഴും പറയുന്നത്. അപ്പം മൂണിന്റെ ഇപ്പുറത്തെ ബ്രൈറ്റ് ഗ്ലോയിങ് ഫേസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മേ ബി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള മൂണിന്റെ എനർജി നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് രണ്ടു വശം ഉണ്ട്. അപ്പൊ അതിലെ ഒരു വശം കണ്ട് മാത്രം പ്രീതിപ്പെട്ട് ആ ഒരു പേഴ്സന്റെ പിറകെ പോകല്ലേ, രണ്ട് വശവും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പോകുക. കാരണം ലൈറ്റ് എനർജി ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ ഹാംഫുൾ എനർജിയും ഉണ്ട്. കാരണം അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും നിങ്ങൾ കരയുമ്പോൾ ഈ പേഴ്സൺ ഇമോഷണൽ സന്തോഷം എവിടെയൊക്കെ കിട്ടുന്നുണ്ട്. കാരണം എന്നെ കരയിച്ചതല്ലേ, അതുകൊണ്ട് ഞാനും കരയിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ കരഞ്ഞു കഴിയുമ്പോൾ, സങ്കടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് മേ ബി ആ ഒരു പേഴ്സൺ സാറ്റിസ്ഫൈഡ് ആവും. അല്ലാതെ അവർക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. മേ ബി അത് നിങ്ങളെ എന്നും രാത്രി കരയിപ്പിച്ചുറക്കുന്നുണ്ട് എന്ന് വൈബ്രേഷൻ എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല ശീലമല്ല. ബട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ പതിയെ പതിയെ മാറ്റിയെടുക്കുക. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരിക്കൽ കരഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സങ്കടപ്പെട്ടാൽ ആരാണോ സങ്കടപ്പെടുത്തിയത്, അതിപ്പോ നിങ്ങളാണെങ്കിൽ ശരി, നിങ്ങളെയും കരയിക്കണം, വിഷമിപ്പിക്കണം എന്ന എനർജി കാണുന്നുണ്ട്. പക്ഷെ അത് ലോങ് റിവഞ്ച് എനർജിയിലേക്കൊന്നും പോകുന്നില്ല എങ്കിലും, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തല്ലോ, എന്നാ പിന്നെ അവനൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. കുറച്ച് സമയം മിണ്ടാതിരിക്കാം, കുറച്ച് സമയം ബ്ലോക്ക് ചെയ്തിട്ട് പോകാം, കുറച്ച് സമയം പറയാണ്ടിരിക്കാം, കുറച്ച് സമയം ഇന്ററാക്ട് ഞാൻ ചെയ്യുന്നില്ല, കുറച്ച് സമയം ഞാൻ ഫോൺ എടുക്കുന്നില്ല, കുറച്ച് സമയം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. ഈ രീതിയിലുള്ള ഒരു ചൈൽഡ് ആക്ട് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ഈ പേഴ്സന്റെ ചൈൽഡ് ആക്ട് ചെറിയ ചെറിയ റിവഞ്ചുകളായിട്ട് നിങ്ങൾക്ക് സങ്കടമായി എന്ന രീതിയിൽ കാണിച്ച് പതിയെ ക്ലോസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇവരെ വാശി കയറ്റി നിങ്ങൾ നിർത്തിയാൽ അവർ വലിയ ഒരു റിവഞ്ചിലേക്ക് പോവും. അത് അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ വൈബ്രേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എക്സ്പെഷ്യലി ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷനെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. എസ്പെഷ്യലി 2, 4, 6, 8, അതുപോലെ തന്നെ 1, ഓക്കെ 1 കൂട്ടാം. 1 വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജനന തീയതി, അല്ലെങ്കിൽ എല്ലാ ഡേറ്റ് ഓഫ് ബർത്തും പ്ലസ് ഈ നമ്പറിലാണ് അത് എൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇമോഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഭീകരമാണ്. ഇവർ അങ്ങേ അറ്റം ഇമോഷൻസ് കാണിക്കുന്ന ആൾക്കാരാണ്, അങ്ങേ അറ്റം സ്നേഹിക്കുന്ന എനർജിയാണ്. ആൻഡ് നിങ്ങളെ വളരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചീറ്റിംഗ് എനർജി കാണിച്ചാൽ, ഓക്കെ, നല്ലതാണെങ്കിൽ അവരായിരിക്കും ഏറ്റവും നല്ലത്, മോശമാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട എനർജിയും ഇവരിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരെ പറ്റിച്ചിട്ട് അങ്ങ് എളുപ്പം പോവാന്ന്. പക്ഷെ
നിങ്ങൾ അങ്ങനെ ചീറ്റിംഗ് കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ 8ന്റെ പണി നമുക്ക് തിരിച്ചു തരുന്ന എനർജിയിലാണ് നിൽക്കുന്നത്. ബട്ട് നിങ്ങൾ 100% ട്രസ്റ്റ് വർത്തായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നും ട്രസ്റ്റ് വർത്ത് കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുമെന്നും കാണുന്നുണ്ട്. അതായത് എത്ര എക്സ്ട്രീമിൽ ഒരാളെ ലവ് ചെയ്യാമോ അത്രയും കൈൻഡ് ഓഫ് എക്സ്ട്രീമിൽ ഈ പേഴ്സൺ ലവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണെ കുറ്റപ്പെടുത്തുകയോ ഈ പേഴ്സണെ ചീറ്റ് ചെയ്യുകയോ ചെയ്താൽ ഭയങ്കരമായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ്, പരിണത ഫലങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരുമെന്ന വൈബ്രേഷനും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സൺ നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒത്തിരി സാഹചര്യങ്ങളിലേക്ക് ചാടി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി അബദ്ധങ്ങൾ നമ്മൾ കാരണം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നമ്മൾ കാരണം കുറെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, കുറെ വഴക്കുകൾ, ശകാരങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ കുറെ തല്ല്, വഴക്ക്, ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ ചെയ്തിട്ടും ഇപ്പോഴും നിങ്ങൾ ഇനി കൺഫ്യൂസ്ഡ് ആണോ ഈ റിലേഷൻഷിപ്പിൽ, നിങ്ങൾക്ക് മുന്നോട്ടത് നീങ്ങാൻ താല്പര്യമില്ലേ എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ സംശയം ഉണ്ട്. അതായത് ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയും അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് പോസിറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഫെയർനെസ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ട്രസ്റ്റ് വർത്ത് ആണ് എന്നവർ മനസ്സിലാക്കി. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കല്ല, നമ്മൾ പരീക്ഷിച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെ അപ്രൂവൽ തരുള്ളൂ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അപ്രൂവൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൈൻഡ് ഓഫ് എനർജി ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ കപ്പിൾസ് തമ്മിൽ ചിലപ്പോൾ നല്ല വഴക്കായിരിക്കും. കാരണം ഈ സമയത്ത് ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റിന്റെയും ട്രസ്റ്റ് ഇല്ലായ്മയുടെയും ഒക്കെ കൈൻഡ് ഓഫ് സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, സത്യം പറഞ്ഞ ഈ ഒരു ജൂലൈ 28, 29 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചാൽ നിങ്ങൾ വിജയിക്കും. ഇല്ല എങ്കിൽ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻ വളരെ ബോറായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ജൂലൈ 28 വരെ നിങ്ങൾ ഫൈറ്റിംഗ് എനർജി മാറ്റി വെക്കുക. കാരണം ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിൽ, അതായത് മേ ബി ജൂലൈ 1 to ജൂലൈ 28 ഇടയ്ക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് രീതിയിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഈ സമയത്ത് വരുന്ന ഫുൾ മൂൺ എനർജി അത്രയും എക്സ്ട്രീമലി പവർഫുൾ ആണ്. പക്ഷേ നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും. പക്ഷേ അന്നേ ദിവസം നിങ്ങൾ വഴക്കടിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയുകയാണ്, സ്പൈ ചെയ്യുകയാണ്, ഇൻസെക്യൂരിറ്റി കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജൂലൈ 28 വരെ കൈൻഡ് ഓഫ് മാർസ് എനർജി, അതായത് ആക്ഷൻ എനർജിയിൽ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് മെർക്കുറി എനർജിയിൽ ഒന്നും ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മാർസ് ആൻഡ് മെർക്കുറി എനർജി, ആക്ഷൻ എനർജി അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എനർജിയിൽ എടുക്കാതെ കൈൻഡ് ഓഫ് സ്ലോ ഡൗൺ എനർജി, മൂൺ എനർജിയിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങൾ ഇതിനകത്ത് ചിന്തിക്കാതെ ക്വിക്ക് ആക്ഷൻ എടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചത് അപ്പോളജി പറഞ്ഞ് കയറാൻ സാധ്യമല്ലാത്ത കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സൺ പോലും കൈൻഡ് ഓഫ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും അറിഞ്ഞുകൊണ്ടോ അറിയാതെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരൊരു പോസിറ്റീവ് വൈബ്രേഷനിലേക്കാണ് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ പേഴ്സണെയും അതുകൂടാതെ തന്നെ നിങ്ങളെയും വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യം 8:30 നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. വാട്ട് എവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മൂണിനെ നോക്കി മാനിഫെസ്റ്റ് ചെയ്യുക. ഇന്ന് ജൂലൈ 10 ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം. അപ്പോൾ ജൂലൈ 10 മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് നിങ്ങൾ ചെയ്യുക. കാരണം ഈ കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യുന്നുണ്ട്. മൂൺ എനർജിയാണ്. ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണോ അതോ ഡിറ്റാച്ച് ആകണോ എന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു മന്ത് 28 വരെ വഴക്കുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വഴക്കുണ്ടാകാനുള്ള സാധ്യത നിങ്ങളുടെ വൈബ്രേഷനിൽ വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ചറിഷ്നെസ്സും ഗ്രോത്തും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലൈഫിലും നിങ്ങളുടെ കൂടെ കാണും. പക്ഷെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും സംശയരോഗവുമാണ് കൊടുക്കുന്നത്. കൈൻഡ് ഓഫ് ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന സീക്രട്ട് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ചിരിച്ചു കാണിച്ചിട്ട് ഇവിടെ കുറ്റം പറയുന്ന എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിനെയാണോ അങ്ങനെ പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് മേ ബി ഡിറ്റാച്ച്ഡ് ആയി പോകും പൂർണ്ണമായി എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് മാത്രമല്ല ഏത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കൈൻഡ് ഓഫ് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിനെ ജൂലൈ 28 വരെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. എന്നാലായിരിക്കും
നിങ്ങൾക്ക് ഗുണം കിട്ടുക. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് അനുകൂലമാക്കി എടുക്കാൻ പറ്റും എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. Please pause the video and read it carefully. ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള അപ്രോച്ച് എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്? കാരണം ഇതിനകത്ത് ഗ്രോത്ത് ഉണ്ട്, ഫ്യൂച്ചറിലേക്ക് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, കുറച്ചൊക്കെ ഒരു കമാൻഡിങ് കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങൾക്കുള്ളത്. മേ ബി അത് ആ ഒരു പേഴ്സൺ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ലൈഫ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിലെ ഒബ്സ്റ്റക്കിൾസിനെ എടുത്ത് കളയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരു ലക്കി കൈൻഡ് ഓഫ് എനർജി ആണ്, അല്ലെങ്കിൽ ലക്കി ചാം എനർജി ആണ് എന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ടായത്. നിങ്ങൾ പ്രസന്റ്ലി ഉള്ളപ്പോഴാണ് ഈ ഒരു പേഴ്സൺ അച്ചീവ്മെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന രീതിയിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഡിറ്റാച്ച്മെന്റ് പീരീഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫോർ സം ഇതിനകത്ത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഫോർ സം വളരെ ചുരുക്കം ആൾക്കാർക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഇന്നേ ദിവസം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി വളരെയധികം ഫ്ലക്ച്വേറ്റഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. വളരെയധികം താഴ്ന്നും പൊങ്ങിയും കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വഴക്കുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. കാരണം നിങ്ങളും ഇമോഷണലി സെൻസിറ്റീവ് ആയിരിക്കും, നിങ്ങളുടെ പേഴ്സണും ഈ സമയങ്ങളിൽ ഇമോഷണലി സെൻസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എനർജി. ഇത് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്മൂത്ത് ഗോയിങ് ആയി മാറുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണും ഗൈസ്. അതായിരിക്കും ബൈ.